നമസ്കാരം. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശമെന്നാണ് ഗാന്ധിജി തന്റെ ജീവിത തത്വശാസ്ത്രത്തെ വളരെ എളിമയോടെ നിർവഹിച്ചത്. അഹമ്മദാബാദിലെ ഗാന്ധി ആശ്രമം സന്ദർശിക്കുമ്പോൾ ഗാന്ധിജി താമസിച്ചിരുന്ന ഹൃദയകുഞ്ചും അതുപോലെ മറ്റ് കുടിലുകളുമൊക്കെ നമുക്ക് കാണുന്നതിനോടൊപ്പം തന്നെ 1963 ജവഹർലാൽ നെഹ്റു ഉദ്ഘാടനം ചെയ്ത മ്യൂസിയം കൂടി നമുക്ക് കാണാൻ പറ്റും. ഗാന്ധി ആശ്രമത്തിലെ സംഗ്രഹാലയം, ഗാന്ധിജിയുടെ ജീവിതപഥത്തിലെ ഏടുകൾ ഓരോന്നായി അവിടെ തുറന്നു വെച്ചിരിക്കുകയാണ്. ജന്മം മുതൽ, കുട്ടിക്കാലം മുതൽ, യൗവനം മുതൽ, ദക്ഷിണാഫ്രിക്കൻ ജീവിതം, അതിനുശേഷമുള്ള സ്വാതന്ത്ര്യസമര ജീവിതം, സ്വാതന്ത്ര്യസമര കാലഘട്ടം, ദണ്ഡി യാത്ര, ക്വിറ്റ് ഇന്ത്യ സമരം, അങ്ങനെ അനേകമായ സമരങ്ങളിലൂടെയാണല്ലോ ഗാന്ധിജി സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നമ്മളെ കൊണ്ടുപോയതും സ്വാതന്ത്ര്യം നേടിത്തന്നതും. 1947 ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യം നേടിത്തരുമ്പോൾ അദ്ദേഹം സഹിച്ച ശാരീരികവും മാനസികവുമായ നോവുകൾ നമുക്ക് കാണാതെ പോകാൻ കഴിയും. അദ്ദേഹത്തിനൊപ്പം അനേകരാണ് അണിനിരുന്നത്. ആ കാലഘട്ടങ്ങളുടെ നേർപ്പകർപ്പുകളെ, ഫോട്ടോഗ്രാഫുകളെ, പുസ്തകത്താളുകളെ ഒക്കെ നമുക്ക് ഈ മ്യൂസിയത്തിന്റെ ഭിത്തികളിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ചില പ്രതിമകൾ, അദ്ദേഹത്തിന്റെ കയ്യക്ഷരങ്ങൾ, അങ്ങനെ കാണാനായി നിരവധി ആൾക്കാരാണ് അവിടേക്ക് വരുന്നത്. അങ്ങനെ മ്യൂസിയം കണ്ട് മുന്നോട്ട് പോകുന്ന സമയത്താണ് മലയാള മുഖച്ഛായയുള്ള ഒരു ചേച്ചി അവിടെ നിൽക്കുന്നത് കണ്ടത്. ചേച്ചിയോട് തന്നെ നേരിട്ട് പോയി ചോദിച്ചു, കേരളത്തിൽ നിന്നാണോ എന്ന്. ഇപ്പൊ മലയാളം കേട്ടപ്പോൾ പെട്ടെന്ന് ചേച്ചി തിരിഞ്ഞു നോക്കി. ചേച്ചിയുടെ പേര് ലത എന്നായിരുന്നു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ലത മാഡത്തിന്റെ ഹസ്ബൻഡ് രമേശ് സാർ വർക്ക് ചെയ്യുന്നത്. അവരവിടെ ഒരു ഓഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് വന്ന സമയത്ത് ഗാന്ധി ആശ്രമം കാണാനായിട്ട് വന്നതാണ്. അവരുമായി കുറച്ചു നേരം സംസാരിച്ചത് സന്തോഷമുള്ള ഒരു നിമിഷമായിരുന്നു. ഗാന്ധി ആശ്രമത്തിൽ പോകുന്നവർക്ക് വളരെ നേരം ചെലവഴിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ മ്യൂസിയം എന്ന് പറയുന്നത്. ഒരു വാട്ടർ യൂണിറ്റിനെ ചുറ്റിപ്പറ്റി 6x6 മീറ്റർ നീളവും വീതിയുമുള്ള 51 മോഡുലാർ യൂണിറ്റുകളുണ്ട്. അതിന്റെ രൂപകൽപ്പന വളരെ മനോഹരമാണ്. ഈ മ്യൂസിയം രൂപകൽപ്പന ചെയ്തത് ആരാണ്? ഒരിക്കൽ കേരളത്തിൽ വന്ന് ഏറ്റവും പ്രശസ്തമായ നമ്മുടെ നാട്ടിലെ പരുമലപ്പള്ളിയുടെ വളരെ വൃത്താകൃതിയിലുള്ള ആ രൂപം വാസ്തുവിദ്യാ വൈഭവത്തോടുകൂടി രൂപകൽപ്പന ചെയ്ത ചാൾസ് കോറിയ എന്ന കണ്ടംപററി ഡിസൈനറാണ്. സമകാലിക വാസ്തുവിദ്യയുമായി ചേർന്ന് നിൽക്കുന്ന പേരാണ് ചാൾസ് കൊറിയയുടെ. സ്വാതന്ത്ര്യാനന്തര വാസ്തുശൈലി രൂപകൽപ്പന ചെയ്യുന്നതിൽ വളരെ വലിയ പങ്കാണ് അദ്ദേഹം വഹിച്ചത്. മഹാത്മാഗാന്ധിയുടെ ജീവിതവും പൈതൃകവും സംരക്ഷിക്കുന്നതിനും പ്രദർശിപ്പിക്കുന്നതിനുമായാണ് ഈ മ്യൂസിയം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പുസ്തകങ്ങളും കത്തുകളും ഫോട്ടോകളും അതോടൊപ്പം തന്നെ ഗാന്ധിജിയുടെ സ്വകാര്യ വസ്തുക്കളുടെ ഒരു സമ്പന്നമായ ശേഖരം കൂടി ഇവിടെ കാണാൻ പറ്റും. ആധുനിക കാലത്ത് ഗവേഷണങ്ങൾ നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഗാന്ധിജിയുടെ ജീവിത ചിട്ടയിലെയും ക്രമത്തിലേക്കും അദ്ദേഹത്തിന്റെ സഹനങ്ങളിലേക്കും ആഴ്ന്നിറങ്ങി കാര്യങ്ങളെ വിലയിരുത്താനും പഠിക്കാനും കഴിയുന്ന തരത്തിലുള്ള ഒരുപാട് തെളിവുകളും അന്നത്തെ കാലത്തെ രേഖകളുമൊക്കെ ഈ മ്യൂസിയത്തിൽ കാണാൻ പറ്റും. ഗാന്ധിജിയോടൊപ്പം തന്നെ കസ്തൂർബാ ഗാന്ധിയുടെയും ജീവിതം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പെട്ടെന്ന് മടങ്ങി പോകാനായി അതിനുള്ളിലേക്ക് കയറരുത്. ഏതാണ്ട് 2 മണിക്കൂറെങ്കിലും വളരെ സമയമെടുത്ത് ഓരോന്നും വായിച്ചറിഞ്ഞ് നമ്മൾ പോകേണ്ടതായിട്ടുണ്ട്. കാരണം എപ്പോഴും നമുക്ക് അവിടെ പോകാൻ കഴിയത്തില്ലല്ലോ. ആ മ്യൂസിയത്തിന്റെ ചുറ്റുപാടുമുള്ള പ്രകൃതിയും വളരെ മനോഹരമാണ്. മരങ്ങൾ നിറഞ്ഞത്. ഗാന്ധി ആശ്രമം സന്ദർശിക്കുന്നവർക്കൊക്കെ വളരെ തൃപ്തി നൽകുന്ന രീതിയിലാണ് അതിന്റെ ഓരോ അടുക്കുകളുമുള്ളത്. ഒരറ്റത്തു നിന്ന് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ തന്നെ ഗാന്ധിജിയോടൊപ്പം നമുക്ക് നടക്കുന്നതായ ഒരു ഫീല് തോന്നുന്ന തരത്തിലാണ് ആ മ്യൂസിയത്തിലെ ഓരോ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഗുജറാത്തിൽ പോകുമ്പോൾ, അഹമ്മദാബാദിൽ പോകുമ്പോൾ സബർമതി നദിയുടെ തീരത്തുള്ള ഗാന്ധി ആശ്രമം സന്ദർശിക്കാൻ ഒരു സമയം കൂടി കയ്യിൽ കരുതി വെക്കുക. അവിടെ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ജീവിതത്തിന്റെ ധന്യതയും നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച മഹാമനുഷ്യരുടെ ഹൃദയസ്പന്ദനം കേൾക്കുന്നതുമാവും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട്. താങ്ക് യു.